ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗപ്പി വീഡിയോയുടെ ഒരു അപ്ഡേഷനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ 11-ാം തീയതി ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഡെലിവറി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള ഗപ്പി ഇന്ന് വീണ്ടും നമുക്ക് കുഞ്ഞുങ്ങളെ തന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അപ്ഡേഷനും പിന്നെ ഇൻഫോസൂര്യ കൾച്ചർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് മുമ്പ് ബ്രീഡായി ഇറങ്ങിയിട്ടുള്ള 2 ബാച്ചിലെ കുഞ്ഞുങ്ങളും അവർക്കുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക എന്നാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ഒരു ലിങ്ക് ഞാനിവിടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ പേജ് കൂടെ ഒന്ന് കയറി ഫോളോ ചെയ്യും. അതിലും ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഗപ്പികളെ വളർത്തുന്നത്. നേരത്തെ അപ്ഡേറ്റ് ചെയ്ത വീഡിയോയുടെ ബാക്കി പോലെയുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ 14-ാം തീയതിയും അതുപോലെ തന്നെ 25-ാം തീയതിയും ബ്രീഡായി ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ഇട്ടിരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്കത് കാണുന്നുണ്ടാവും, കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിലിപ്പോൾ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ള അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഫോണിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കത് എത്രമാത്രം കാണുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്നലെ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഒരു തവണ കോഴിയെ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയാം, ഐഡിയകളുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വീണ്ടും കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി മാത്രം അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെന്നാണ്. നല്ല ഉഷാറുണ്ട്, നല്ല വലിപ്പമുണ്ട്, നല്ല ഗ്രോത്ത് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്നാണ് പറഞ്ഞത്. പിന്നെ അതുമാത്രമല്ല, ഒരു കുഞ്ഞുങ്ങൾ പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്കൊരു 2 ബാച്ചിലും കൂടെ ആയിട്ട് ഒരു 70 കുഞ്ഞുങ്ങൾക്ക് മുകളിലുണ്ട്. അപ്പോൾ അത് 2ൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാവും ചിലപ്പോൾ. അതുണ്ടാവും അതിൽ തന്നെ ചെറുതും വലുതുണ്ട്. 25-ാം തീയതി ബ്രീഡായതും അതുപോലെ തന്നെ 14-ാം തീയതി ബ്രീഡായതും ഇതിനകത്ത് തന്നെ ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഇത്രയും വാട്ടർ പ്ലാന്റുകൾ ഞാൻ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പുള്ളിയുടെ കൂടെ പോയി പുള്ളിയും കൂടെ പോയി തൊട്ടടുത്തുള്ള കുളത്തിൽ പോയിട്ട് അവിടുന്ന് പ്ലാന്റ് കളക്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഉപ്പുവെള്ളത്തിൽ കഴുകിയിട്ട് വേണം ഇടാന്നുള്ളത്. ഇനി നമുക്ക് വാട്ടർ പ്ലാന്റ് കൊണ്ടുമ്പോൾ അങ്ങനെ ഉപ്പുവെള്ളത്തിൽ കഴുകാം. ഇവിടെ ഞാൻ എന്തായാലും നന്നായി കഴുകിയതിന് ശേഷമാണ് ഇട്ടിട്ടുള്ളത്. ഇതിനകത്താണ് എൻ്റെ അടുത്തുള്ള, ഞാൻ പറഞ്ഞല്ലോ, ആകെ ഒരു ഐറ്റം ഗപ്പിയാണുള്ളൂ. ഇതിൻ്റെ പേര് പറഞ്ഞത് റെഡ് ടെക്സിഡോ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ വന്ന കക്ഷിയും പറഞ്ഞത് അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പെയർ ഇവിടെ ഉണ്ട്. 14-ാം തീയതി ബ്രീഡായിട്ടുള്ള ഫീമെയിലിനെ ഞാനത് ഇപ്പോൾ അങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏകദേശം പ്രസവിക്കാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അതിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഇതിനകത്താണ് ഞാൻ പറഞ്ഞ ആ ഫീമെയിലിനെ മാറ്റിയിട്ടിട്ടുള്ളത്. ഇതെവിടെ നമുക്കിത് കാണാൻ പറ്റും. ഇവിടെ ഫീമെയിൽ കിടപ്പുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, കാരണം കുഞ്ഞുങ്ങളെയൊന്നും കാണാനില്ല. പിന്നെ അതുപോലെ തന്നെ വയറ് നന്നായിട്ട് വീർത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ പ്രസവിച്ചിട്ടുണ്ടാവില്ല. ഇതിൽ കുഞ്ഞുങ്ങളെയൊന്നും കാണാനില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡെലിവറി നടന്നുകൊണ്ടിരിക്കുകയാണോ, ഇതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളുണ്ടോയെന്ന് അതേ ഒരു കുഞ്ഞിനെ ഇത് ഇവിടെ കാണാനുണ്ട്. ഇതേണ്ട, ഒരു കുഞ്ഞിനെ കാണാനുണ്ട്. അപ്പോൾ പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇതെവിടെ ഒരു കുഞ്ഞ്, അവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഇതവിടെ തന്നെ 2 3-4 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഇതെവിടെയൊക്കെ കുഞ്ഞുങ്ങളെ കാണാനുണ്ട്. അപ്പോൾ സംഭവം ഫിഷ് പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. വയറെപ്പോഴും വീർത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു 1 2 3 4 5 6 കുഞ്ഞുങ്ങളിപ്പോൾ ഇവിടെ ഉണ്ട്. 6 അല്ല,
6ൽ കൂടുതൽ 8 കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. 8 കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. 8 കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം ഫിഷ് ഇത് അവിടെ നിൽക്കുന്നുണ്ട്. വയറെപ്പോഴും വീർത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഞാൻ നേരത്തെ 14-ാം തീയതി ബ്രീഡായ ഫിഷ് എന്നാണ് പറഞ്ഞത്. 14-ാം തീയതി അല്ല കേട്ടോ, ഡേറ്റിൻ്റെ മാറിപ്പോയി. 11-ാം തീയതിയാണ് ഫിഷ് ബ്രീഡായത്. അപ്പോൾ 11-ാം തീയതി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നേക്ക് എത്ര ദിവസമായി? 11, 31 ഡിസംബർ വരെ 20, ഇന്ന് 5, 26ാമത്തെ ദിവസം വീണ്ടും ഫിഷ് ഡെലിവറി ആയിരിക്കുകയാണ്. വേണ്ട, എന്നോട് ഇന്നലെ കക്ഷി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പ്രസാദ് എന്നാണ് കേട്ടോ. പുള്ളി ഇന്നലെ വന്നപ്പോൾ അപ്പോൾ തന്നെ പറഞ്ഞു ഇത് ഏകദേശം ഡെലിവറി ആവാറായിട്ടുണ്ട്. നന്നായിട്ട് അടിവശം നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്, വയറ് നല്ല അടിവശം സ്ക്വയറായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാറ്റിയിട്ടോളൂ, അതിൻ്റെ കൂടെ ഇടണമെന്ന് പറഞ്ഞിരുന്നു. അതിന് പ്രകാരമാണ് ഞാനിപ്പോൾ ഇത് ഇവിടേക്ക് മാറ്റിയിട്ടിട്ടുള്ളത്. പുള്ളി പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ഇന്ന് രാവിലേക്ക് ഇത് ബ്രീഡായിട്ടുണ്ട്, ഡെലിവറി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഇതിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇതിലൂടെ കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, ക്ലിയർ ആണോ എന്നുള്ളത് അറിയില്ല. ഇതേണ്ട ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വ്യക്തമാവുണ്ടോ എന്നുള്ളത് അറിയില്ല എന്ന് പറയുന്നത്. ഇതിപ്പോൾ കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾ. എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ, ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നുണ്ട്. ഇതിൽ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ കാണുമെന്നുള്ള അറിയില്ല. എന്തായാലും അടുത്ത കൂടെ ബ്രീഡായി. ഇതാണ് ആ ഫീമെയിൽ, അതാണ് ഫീമെയിൽ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും അധികം ഇനി ശല്യം ചെയ്യുന്നില്ല, അത് സുഖമായി പ്രസവിക്കട്ടെ. ഇതിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ 11-ാം തീയതിയും 25-ാം തീയതിയും ബ്രീഡായ കുഞ്ഞുങ്ങളാണ്. ഇവർക്ക് ഇപ്പോൾ കൊടുക്കുന്ന തീറ്റ ബ്രെഡ് വേംസും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രെഡ് വേംസും അതുപോലെ തന്നെ മുട്ടയും ഗോതമ്പും പിന്നെ മുരിങ്ങയിലയും കൂടെ, മുട്ടയുടെ മഞ്ഞ കേട്ടോ, മുരിങ്ങയിലയും ഗോതമ്പ് പൊടിയും മുട്ടയുടെ മഞ്ഞയും കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള ഒരു തീറ്റയാണ് ഇവർക്കിപ്പോൾ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ബ്രെഡ് വേംസും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രോത്ത് കാണിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എന്താണ് ഇതിൻ്റെ അവസ്ഥ, എങ്ങനെയാണ് ഇതിൻ്റെ വലിപ്പം, എങ്ങനെയാണ് ഇതിൻ്റെ വളർച്ചയുടെ ഒരു രീതി, ഇതൊന്നും അറിയാത്തത് കൊണ്ട് അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട്, 10-20 ദിവസമായിട്ടുള്ള കുഞ്ഞുങ്ങൾ അത്യാവശ്യം വലിപ്പമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള തീറ്റയാണ് ഇപ്പം ഞാൻ ഒന്നരാടം കൊടുക്കുന്നത്. പിന്നെ ഈ വലിയ പെയറിന് അധികം കൊടുക്കുന്നത് കൂത്താടികളെയാണ്. കൂത്താടികളെ ഞാൻ എങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് തീറ്റ കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ ഒരു പെയർ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25-ാമത്തെ ദിവസം ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു പെയർ ഡെലിവറി ആയി. അപ്പോൾ ഇതിനകത്തും ഇത് അകത്ത് കിടക്കുന്നുണ്ട്. ഇത് 25-ാം തീയതി ഡെലിവറി ആയിട്ടുള്ള ഒരു ഫീമെയിലാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതും ചിലപ്പോൾ അടുത്ത് തന്നെ ഒരു 10-12 ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങളെ തരും. അപ്പോൾ അതിനെ നമുക്ക് ഇതേപോലെ മാറ്റിയിടാനുള്ള സെറ്റപ്പ് വേണം. പിന്നെ ഞാൻ കുറച്ച് വിപുലമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വളർത്താൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ. ഗപ്പികളെ വളർത്താൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിലാണ്, സ്റ്റാർട്ടിങ് സ്റ്റേജിലാണല്ലോ. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഗപ്പികൾ ഏതാണ്, ആരുടെങ്കിലും കയ്യിലുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണേ. കാരണം ഏതാണ് തുടക്കത്തിൽ നല്ലത്, തുടങ്ങുന്ന ആളുകൾക്ക് നല്ലത്, ഇതിനെ വേണമല്ലോ നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ അൽബിനോ പോലെയുള്ള, അതായത് റെഡ് ഐ പോലെയുള്ള ഫിഷുകളൊന്നും നമ്മൾ തുടക്കത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് 1-2 സുഹൃത്തുക്കൾ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത്, ചെയ്യാൻ പറ്റുന്ന ഇനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് നിങ്ങൾ പറയണേ. പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ട്, സെയിലിനുണ്ട് എന്നുണ്ടെങ്കിലും ഒന്ന് പറയുക. പാലക്കാട് ജില്ലയിൽ ഈ പരിസരത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ, ചെർപ്പളശ്ശേരി പരിസരത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് നന്നായി നിങ്ങളുടെ ഫാമിൽ വന്ന് കണ്ടു വാങ്ങിക്കാം. പിന്നെ അതല്ല ദൂരെയുള്ള ആളുകളാണെങ്കിലും കൊറിയർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നിങ്ങളുടെ അടുത്തുള്ളത് വളർത്താൻ പറ്റിയ ഇനം, തുടക്കത്തിൽ ചെയ്യാൻ പറ്റിയ ഇനം ഏതാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ. പിന്നെ ഈ കാണുന്നത്
ഇൻഫോസൂര്യ കൾച്ചർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ് ഇതാണോ എന്നുള്ളത് അറിയില്ല. കുറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് ഉണങ്ങിയ വാഴയില ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സുഹൃത്തിനോട് പറഞ്ഞു വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല, വെള്ളം 1-2 ദിവസം വെയിലത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് വാഴയില ഉണങ്ങിയത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കളറ് മാറുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതേ ഒരു 4 ദിവസമായി ഇതിൻ്റെ കളറ് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് ഇത് കൾച്ചർ ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനി ഇനിയും ഡാർക്ക് കളറാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ട് അപ്പോൾ പറഞ്ഞ് ഇനിയും ഡാർക്ക് കളറാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതിലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതിനകത്ത് ചെറിയ കീടങ്ങൾ അല്ലെങ്കിൽ എന്താണ് അതിന് പറയുക, ഇൻഫോസൂര്യ ഉണ്ടാവും. അപ്പോൾ അത് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഭക്ഷിച്ചോളും. പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല, അത് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല അത്. പക്ഷേ മീൻ കുഞ്ഞുങ്ങൾക്ക് അത് ഭക്ഷണമായിട്ട് അവർ എടുത്തോളും എന്നാണ് പറഞ്ഞത്. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയുന്ന ആളുകളൊന്ന് താഴെ എനിക്ക് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ അറിവുകൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഗപ്പി വളർത്തലിൻ്റെ കൂടുതൽ അപ്ഡേഷൻസും അതുപോലെ തന്നെ കോഴി വളർത്തലുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോകളും തുടർന്നും ഈ ചാനലിൽ വരും. കോഴി വളർത്തൽ എന്താ ഇപ്പോൾ വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഇതുണ്ടോ, ഫാം കാലിയായി കിടക്കുകയാണ്. കുറച്ച് റിപ്പയർ വർക്കുണ്ട്, സൈഡിലുള്ള നെറ്റൊക്കെ പോയി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിപ്പയർ ഉണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് കോഴികളെ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി. ഇനി പുതിയ ബാച്ച് കോഴികളെ എടുക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പങ്കുവയ്ക്കാനായിട്ട് വീഡിയോ ചെയ്യാം. അതല്ലാതെ പുതിയ എന്തെങ്കിലും അറിവുകളോ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കോഴി വളർത്തൽ മേഖലയെ ബന്ധപ്പെട്ടിട്ട് അറിയാൻ കഴിയുകയാണെങ്കിൽ അതും വീഡിയോ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റു കാർഷിക മേഖലയിലുള്ള വീഡിയോകളും ചാനലിൽ തുടർന്നും വരും. ഇതുപോലെ 2019 ഉണ്ടായിരുന്ന പോലെ തന്നെയുള്ള വീഡിയോകൾ തുടർന്നും വരും. 2019 നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്ന പോലെ തന്നെ 2020 നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.